ജെയ്മെയിൻ 2026 ഫേസ് 1-ൽ ജാനുവരി 22 നടന്ന എക്സാമിലെ ഷിഫ്റ്റ് 2-ലെ 11th ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡൈപോൾ മൊമെന്റ് ടോപ്പിക്കിൽ നിന്നായിരുന്നു. Among H2S, H2O, NF3, NH3 and CHCl3, identify the molecule with the lowest dipole moment value. The number of lone pairs of electrons present in the central atom of the molecule X is. എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ NCERT-യിൽ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റ് വാല്യൂസിന് വേണ്ടിയിട്ട് NCERT-യിൽ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ മോളിക്യൂളിൻ്റെയും ഡൈപോൾ മൊമെന്റ് വാല്യൂ ആദ്യം അങ്ങ് എഴുതാം. ഡൈപോൾ മൊമെന്റ് വാല്യൂ ഓരോ മോളിക്യൂളിൻ്റെയും നമ്മൾ എഴുതിയാൽ ആദ്യം നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് ആക്ച്വലി H2S-ൻ്റെ H2S-ൻ്റെ വാല്യൂ 0.95. ദാറ്റ് ഈസ് 0.95. അടുത്തത് നമുക്ക് H2O. H2O-ൻ്റെ വാല്യൂ ദാറ്റ് ഈസ് ആക്ച്വലി 1.85. 1.85. അടുത്തത് ആക്ച്വലി NF3. NF3-ൻ്റെ വാല്യൂ 0.23. അടുത്തത് NH3. NH3-ൻ്റെ വാല്യൂ 1.47. അടുത്തത് CHCl3. CHCl3-ൻ്റെ വാല്യൂ 1.04. ഇതാണ് നമുക്ക് ഡൈപോൾ മൊമെന്റ് വാല്യൂസിൽ തന്നിരിക്കുന്ന കുറച്ച് കേസുകൾ. ഇതിൽ ഏറ്റവും ലീസ്റ്റ് അല്ലെങ്കിൽ മിനിമം എന്ന് പറയാൻ പറ്റുന്നത് ആരുടെയാണ്? ഈ പറഞ്ഞ NF3-ൻ്റെയാണ്. ഇനി നിങ്ങൾ NF3-ൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. നൈട്രജൻ എനിക്കിവിടെ ലോൺ പെയർ ഉണ്ട്, 3 ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മുടെ NF3-ൻ്റെ സ്ട്രക്ചർ വരിക. അപ്പോൾ നമ്പർ ഓഫ് ലോൺ പെയർസ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ലോൺ പെയർസിൻ്റെ എണ്ണം 1 ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ആൻസർ വിൽ ബി ഓപ്ഷൻ 3 എന്ന് കിട്ടും. ക്ലിയർ ആണോ? നമുക്കൊരു നേരിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതിങ്ങനെ ട്വിസ്റ്റിംഗ് ഒന്നും ചോദിക്കാതെ നേരിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കെമിക്കൽ ബോണ്ടിങ്ങിന്. സ്ട്രക്ചറിനെ കണക്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് ഫണ്ടമെന്റലി ഡൈപോൾ മൊമെന്റ് വാല്യൂസിനെയാണ് ആക്ച്വലി. ഓക്കെ.